ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പുഴമീൻ എങ്ങനെ പൊരിച്ചെടുക്കാമെന്നാണ്. ഞാനൊരു 250 ഗ്രാം പുഴമീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെങ്ങനെയാണ് പൊരിച്ചെടുക്കണേന്ന് നോക്കാം. ഇതിനകത്തേക്ക് പുഴമീൻ പൊരിച്ചെടുക്കാൻ ടേസ്റ്റ് ആയത് മുളക് പൊടിയൊക്കെ കഴിഞ്ഞും കൂടുതൽ കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ നിറയെ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 250 ഗ്രാം മീനാണ് ഈ അളവ് പറയുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമുക്കൊരു 1/4 ടീസ്പൂൺ മതി. ഉപ്പ് ആവശ്യത്തിന്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുഴമീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുരുമുളകിലിരുന്ന് അത് വറുത്തെടുക്കുന്നതാണ്. അല്ലാത്ത മീനുകൾക്കൊക്കെ മുളക് പൊടിയാണ് ടേസ്റ്റ്. അപ്പോൾ പുഴമീൻ ടേസ്റ്റ് കൂടുതലും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുരുമുളകിൽ ആണ് തിരുമ്മി വയ്ക്കേണ്ടത്. നമുക്കിതൊരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. നന്നായിട്ട് എല്ലായിടത്തും തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അരമണിക്കൂറിന് ശേഷം പൊരിച്ചെടുക്കാം. അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് പുഴമീൻ പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി മീനുകൾ ഓരോന്നായിട്ട് നമുക്ക് പറക്കിയിട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്ത് എണ്ണയൊന്ന് ചൂടായി വരട്ടെ. പുഴമീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അതിനകത്ത് കുരുമുളക് പൊടി ചേർക്കുന്നതാണ്. അപ്പോൾ ഇതൊരു അരമണിക്കൂറാണ് ഞാൻ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചത്. ആ കുരുമുളകിലൊക്കെ ഇരുന്ന് ഉപ്പൊക്കെ പിടിച്ച് നല്ല മൊരിച്ചെടുത്ത് കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ പുഴമീനാകുമ്പോൾ എല്ലാവരും കുരുമുളക് ഇട്ടൊന്ന് വറുത്ത് നോക്കണം. അതുപോലെ കൊഴുവ, നത്തോലി ആ മീനാണെങ്കിലും കുരുമുളക് പൊടിയാണ് ടേസ്റ്റ്. മത്തി ബാക്കിയുള്ള മീനുകൾക്കൊക്കെ മുളക് പൊടിയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ മീനുകളും ഇട്ട് കൊടുക്കാം. എല്ലാ മീനുകളും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ സെറാമിക്കോ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് മറിച്ചിടാൻ എളുപ്പമായിരിക്കും. സാധാ കടായി ആയാലും കുഴപ്പമില്ല. ഇതിനാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് മതി. എല്ലാ മീനുകളും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ചേർക്കണില്ല. ചേർത്താലും കുഴപ്പമില്ല. പക്ഷെ മെയിൻ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ കുരുമുളക് പൊടിയാണ്. നമുക്ക് രീതിയിലൊന്ന് വറുത്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ മീൻ ഏകദേശം മുരിഞ്ഞ് വരാറായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ മറിച്ചിടാം. നമുക്ക് ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറുവശം ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ബർണർ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നാടൻ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് പുഴമീനാണ്. പുഴമീനായതുകൊണ്ടാണ് ഇങ്ങനെ കുരുമുളകിലൊക്കെ പൊരിച്ചെടുത്തത്. അപ്പോൾ എല്ലാവരും പുഴമീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറുവശവും കൂടി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം.
ഇതാ നമ്മുടെ നാടൻ പുഴമീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് കോരിയെടുക്കാം. ഇനി കണ്ടോ, രണ്ട് സൈഡും ഒരേപോലെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത്രയും മൊരിയണ്ടെന്നുള്ളവർക്ക് കുറച്ചും കൂടി മുന്നേ ബർണർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് നന്നായിട്ട് മൊരിയുന്ന ഇത് ഇഷ്ടമായതുകൊണ്ടാണ് ഇത്രയും മൊരിച്ചെടുത്തത്. മൊരിയണ്ടെന്നുള്ളവർക്ക് കുറച്ചുകൂടി മുന്നേ ഇത് ബർണർ ഓഫ് ചെയ്താൽ മതി. കുട്ടികൾക്ക് എരിവ് കുരുമുളക് പൊടി ആയതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാം, അവർക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാം. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാ നമ്മുടെ നാടൻ പുഴമീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുമാണ്, സിമ്പിളുമാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ്. വേറെ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി ഒരു ശകലമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. ബൈ.